നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ മുഖാമുഖം പരിപാടിയിലേക്ക് എവർക്കും സ്വാഗതം. കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു. ഏപ്രിൽ 9-ന് 140 മണ്ഡലത്തിലെയും പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഇനി കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണ്. എല്ലാവരും കണക്കുകൾ കൂട്ടിയും കിഴിച്ചും പല വിശകലനങ്ങളും ഒക്കെ നടത്തിയിരിക്കുമ്പോൾ തൊടുപുഴയെ പ്രതിനിധീകരിച്ച് തൊടുപുഴയുടെ പുതിയ മുഖമായി, അതായത് കേരള രാഷ്ട്രീയത്തിലെ അതികായനായ കേരള കോൺഗ്രസിന്റെ സമുന്നത നേതാവായ ശ്രീ PJ ജോസഫ് സാറിന്റെ മകനും തൊടുപുഴയുടെ പുതിയ മുഖമായി ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് അതിഗംഭീരമായി പ്രകടനം കാഴ്ചവെച്ച ശ്രീ അപ്പു ജോൺ ജോസഫാണ് ഇന്ന് നമ്മുടെ അതിഥി. ഈ മുഖാമുഖം പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. നമസ്കാരം അപ്പു. നമസ്കാരം. തിരക്കാണെന്നറിയാം, എങ്കിലും നമുക്ക് ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. ഇത്രയും കാലം 5 പതിറ്റാണ്ടിലേറെ തൊടുപുഴയെ പ്രതിനിധീകരിച്ച ജോസഫ് സാറിന്റെ മകൻ എന്ന നിലയിൽ ഇത്തവണ ആദ്യമായിട്ട് നേരിട്ട് വോട്ട് ചോദിച്ചു ചെന്നപ്പോൾ എന്തായിരുന്നു തൊടുപുഴയിലെ ജനങ്ങളുടെ ആ ഒരു സ്വീകാര്യത? തീർച്ചയായിട്ടും ഞാൻ ആദ്യമായിട്ടാണ് സ്വയം വോട്ട് ചോദിച്ച് തൊടുപുഴ ഇറങ്ങുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അപ്പച്ചൻ അസംബ്ലിയിൽ നിന്ന സമയത്തും ഡീൻ കുര്യാക്കോസ് പാർലമെന്റിൽ നിൽക്കുന്ന സമയത്തും അതുപോലെ നമ്മുടെ ഇവിടുത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ സ്ഥാനാർത്ഥികളുടെ കൂടെയും അല്ലാതെയും ഒക്കെ വീടുകൾ കയറിയും മറ്റ് വേദികളിൽ പ്രസംഗിച്ചുമൊക്കെ ധാരാളം പ്രചരണ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പം സ്വയം സ്ഥാനാർത്ഥിയായി ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് കടന്നു വരുന്നത്. തീർച്ചയായിട്ടും അതൊരു ഒരു മറ്റ് സമയത്തങ്ങളെക്കാളും വേറിട്ട ഒരു അനുഭവമായിരുന്നു. ഒന്ന്, തൊടുപുഴയില് ഈ ഇദ്ദേഹം പറഞ്ഞതുപോലെ 56 വർഷക്കാലം രാഷ്ട്രീയത്തില് വന്നതിന് MLA ആയിട്ട് 56 വർഷമായി. പക്ഷെ 1970-ലാണ് ആദ്യമായിട്ട് MLA ആകുന്നത്. 56 വർഷം ഈ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയുടെ കാലടികൾ പിന്തുടർന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെതായ ഒരു PJ ജോസഫിന്റെ മകൻ എന്ന രീതിയിലും ഈ കഴിഞ്ഞ ഒരു കുറെ കാലങ്ങളായിട്ട് ഇവിടെ രംഗത്തുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന രീതിയിലുമൊക്കെ ആളുകൾക്ക് നല്ല സ്വീകാര്യതയായിരുന്നു. പല സ്ഥലത്ത് പോകുമ്പോഴും അപ്പച്ചന്റെ പലരും പ്രായമുള്ള ആളുകളൊക്കെ അപ്പച്ചന്റെ മകനാണ് എന്ന രീതിയിലുള്ള ഭയങ്കര ഒരു സ്നേഹവായ്പും മറ്റാളുകള് PJ ജോസഫ് സാറിന്റെ മകനും ജോസഫ് സാറിന്റെ മകനുണ്ട്, സാറ് ഞങ്ങളുടെ ഈ നാടിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് മറക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഞങ്ങളുടെ അടുത്തൊന്ന് വോട്ട് ചോദിച്ചു വരേണ്ട കാര്യം പോലുമില്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും. തീർച്ചയായിട്ടും അപ്പച്ചന്റെ ഈ നിയോജക മണ്ഡലത്തിലുള്ള ആളുകളുടെ മനസ്സിലുള്ള സ്ഥാനവും ഒരു സ്വീകാര്യതയും അവർക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിച്ചു ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൂടെ. അതെ. ഈ പിതാവിന്റെ ആ ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയും, ഇത് ഒരു വലിയ വിഷനോടുകൂടി കേരളത്തിലെ പല വകുപ്പുകളും, അതും വിദ്യാഭ്യാസമായാലും നമ്മുടെ ജലവകുപ്പായാലും റവന്യൂ ആയാലും ഇതെല്ലാം കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആ ബാറ്റൺ തലമുറയിലേക്ക് കൈമാറി കഴിഞ്ഞപ്പോൾ അതിന് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വിമർശനങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പുതിയ ആളുകൾ അല്ലെങ്കിൽ യുവജനങ്ങൾ നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണമെന്നുള്ള ഒരു ചിന്താഗതി ജോസഫ് സാർ പണ്ടും പറയുമായിരുന്നു. കാരണം ഇപ്പോൾ പറഞ്ഞതുപോലെ 1970 MLA ആയിരുന്നപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഇന്നുവരെ നമുക്ക് ആ ഒരു ബന്ധമുണ്ട്. ഇവിടെ ജർമ്മനിയിൽ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ അപ്പുവിന്റെ മാതാപിതാക്കളായിട്ടുള്ള ജോസഫ് സാറും അത് ഡോക്ടർ ശാന്തയും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. 92 ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഞാനും എൻ്റെ അച്ഛൻ രാഷ്ട്രീയത്തിലെ കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. 2008-ലാണല്ലോ മരിച്ചത്. അപ്പം ഇതെല്ലാം തന്നെ നമ്മളെ കൂടുതൽ ഇഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പുതിയ ഭരണം കിട്ടുമെന്നുള്ളതാണ്, അത് UDF-ന് ഭരണം നമുക്ക് എന്തായാലും ഇത്തവണ കിട്ടുമെന്നുള്ളതാണ് പൊതുവെയുള്ള കാഴ്ചപ്പാടുകളൊക്കെ തന്നെ. അപ്പൊ ഈ ഭരണത്തിലേക്ക് വരുമ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിക്ക് 8 സീറ്റാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ 8ഉം ജയിക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പലയിടത്തു നിന്നും പല വിശകലനങ്ങളിലും ഒക്കെ ലഭിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു അധികാര കൈമാറ്റമാണോ ഉണ്ടാകുന്നത്? ഇതിലൂടെ നമ്മളൊരു പുതിയതായിട്ട് MLA
ഇപ്പം നമ്മൾക്ക് റിസൾട്ട് ഒന്നും അറിയില്ല എങ്കിലും ഞാൻ അങ്ങ് പ്രവചിക്കുകയാണ്, തൊടുപുഴയുടെ നിയുക്ത MLA എന്ന് തന്നെ പ്രവചിക്കുകയാണ്. എന്റെ കാഴ്ചപ്പാടിൽ ഒരു 50,000-ത്തിലധികം ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് ഞാൻ പല വിധത്തിലുള്ള ആളുകളിലൂടെ വിശകലനം ചെയ്തതിന് ശേഷമാണ് പറയുന്നത്. ചിലപ്പം തെറ്റാം, പക്ഷെ അതാണ് എന്റെ കാഴ്ചപ്പാട്. അപ്പൊ അങ്ങനെ ഒരു അധികാര കൈമാറ്റം ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇപ്പം ഒരു MLA പദവിയിലേക്ക് വന്നു കഴിയുമ്പോൾ അതിന്റെ ആ ഒരു ചാരുത എങ്ങനെയാണ് ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്? തൊടുപുഴയെ സംബന്ധിച്ചിടത്തോളം തൊടുപുഴയുടെ നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് കേരളത്തിലെ മറ്റേത് നിയോജക മണ്ഡലങ്ങളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടന്നിരിക്കുന്ന ഒരു പ്രദേശം. അത് തൊടുപുഴ ടൗൺ മാത്രമല്ല, തൊടുപുഴയുടെ പ്രാന്തപ്രദേശങ്ങളും. ഇവിടെ 12 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയാണ് തൊടുപുഴ ഉള്ളത്. എല്ലാ സ്ഥലങ്ങളിലേക്കും നല്ല വഴികളും കുടിവെള്ള പദ്ധതികളും മറ്റ് അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കാര്യത്തിൽ തൊടുപുഴ വളരെ മുൻപിലാണ്. അപ്പൊ ഇനി മുന്നോട്ടുള്ള ഒരു തൊടുപുഴയുടെ ഒരു യാത്രയില് ഇപ്പൊ നമുക്കറിയാം, ഇദ്ദേഹത്തിനൊക്കെ ഒരുപക്ഷെ അത് നാട്ടിലെ സ്ഥിതിവിശേഷം ഇപ്പൊ അറിയായിരിക്കും. ഇവിടുന്ന് ഈ ചെറുപ്പക്കാർ ധാരാളമായിട്ട് നാട്ടിൽ നിന്ന് ഇപ്പം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക, പലായനം ചെയ്തുകൊണ്ടിരിക്കുക നാട്ടിൽ. അത് പ്രധാനമായിട്ടും അതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ കാർഷിക മേഖലയിൽ ഉണ്ടായ ഒരു വലിയ ഒരു തകർച്ചയാണ്. കാരണം പണ്ട് കാലങ്ങളിൽ ഇപ്പൊ ഞങ്ങളൊക്കെ അടിസ്ഥാനപരമായിട്ട് കർഷക കുടുംബങ്ങളാണ്. പണ്ട് കാലങ്ങളിലൊക്കെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന കുടുംബങ്ങളില് പുതിയ തലമുറ സ്വാഭാവികമായിട്ടും കാർഷിക മേഖലയിലേക്ക് തന്നെ കടന്നു വരുമായിരുന്നു. പണ്ട് കാർഷിക മേഖലയിൽ ജോലി ചെയ്തിരുന്ന ആളുകൾ അല്ലെങ്കിൽ അവിടെ കൃഷി ചെയ്തിരുന്നവർക്ക് മാന്യമായി സമൂഹത്തിൽ ജീവിക്കാനുള്ള വരുമാനവും അതുപോലെ അതിനുള്ള ഒരു നല്ല വരുമാനവും പിള്ളേരെ പഠിപ്പിക്കുവാനും പെൺപിള്ളേരെ കെട്ടിച്ചു വിടുവാനും ഒക്കെയുള്ള മാന്യമായി ജീവിക്കുവാനും മറ്റു കാര്യങ്ങൾക്കും ഉള്ള വരുമാനം ലഭിക്കുമായിരുന്നു. ഇപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ അത് ലഭിക്കാതെ വന്നപ്പോഴാണ് പ്രത്യേകിച്ച് ഈ മേഖലയിലുള്ള പുതിയ തലമുറ മൊത്തം ഇപ്പം കേരളത്തിന് വെളിയില്ല. ഒന്നെങ്കിൽ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ വിദേശത്ത് ഈ പറയുന്ന ജർമ്മനിയിലും UK-ലും കാനഡയിലും ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്ന് വേണ്ട പല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവർ പോയി. അത് നഴ്സിംഗ് ആണ് ഒരു പ്രധാന ഘടകം. അതുകൂടാണ്ട് തന്നെ ഇപ്പൊ ആളുകൾ ഇപ്പൊ ഈസ്റ്റേൺ യൂറോപ്പിൽ പോലും പല വെയർ ഹൗസുകളിലൊക്കെ ജോലികൾക്കായിട്ട് ഒത്തിരി പേര് ഇവിടുന്ന് പോകുന്നു. പോളണ്ടിലും ഈവൻ റുമേനിയ വരെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട്. അതെ, അപ്പം ആ ഒരു സ്ഥിതിവിശേഷം തൊടുപുഴയിൽ വന്നതിന് നിലനിൽക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഓരോ വീടുകളിൽ ചെന്നാല് പ്രായമായ കാരണവന്മാര് മാത്രമേ വീട്ടിലുള്ളൂ. യുവത്വം നാട്ടിലില്ല. ഇവിടെയുള്ള യുവജനങ്ങളെ ഇനി നാട്ടിൽ പിടിച്ചു നിർത്തുക എന്നുള്ളതായിരിക്കണം നമ്മൾ അടിസ്ഥാനപരമായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം. അതിനുവേണ്ടി നാട്ടില് അത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അത് തൊഴിലവസരങ്ങൾ എന്ന് നമ്മൾ പറയുമ്പം നമ്മൾ കൃഷിയെ ഒരു തൊഴിലായിട്ട് കണ്ടു കഴിഞ്ഞാൽ കാർഷിക മേഖലയെ കൈപിടിച്ചുയർത്തി ഇന്നൊരു 70% കൂടുതൽ ആളുകൾ ഇന്നും ഇവിടെ ആശ്രയിക്കുന്നത് കാർഷിക മേഖലയാണ്. അപ്പൊ കാർഷിക മേഖലയെ നമ്മൾ ഇപ്പോൾ നിലവിൽ ഇവിടെ ലഭ്യമായ നമ്മുടെ പരമ്പരാഗത കൃഷി രീതികളും നമ്മുടെ പുതിയ വിവരസാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ മറ്റ് നൂതന ശാസ്ത്ര രീതികളും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒന്ന് കൃഷിയുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതായിരിക്കണം ആദ്യത്തെ ലക്ഷ്യം. രണ്ടാമത്തത് ഈ കർഷകരെ ഇപ്പൊ നമ്മളിവിടെ എന്ത് ഉൽപ്പന്നം ഉണ്ടാക്കിയാലും പിന്നെ അത് കച്ചവടക്കാരുടെ ഒരു അവതാരത്തിന് വേണ്ടി നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പം വർഷങ്ങളായിട്ട് നമ്മൾ പറയുന്നതാണ് കാർഷിക വിളകൾക്ക് തറവില നിശ്ചയിക്കണം എന്നുള്ളത്. UDF-ന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രത്തിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ഈ പ്രാവശ്യം കാർഷിക മേഖലയിൽ അതിനെക്കുറിച്ച് അധികാരത്തിൽ വന്നാൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഈ കാർഷിക മേഖലയെ കൈപിടിച്ച് നിർത്താൻ ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത് മാന്യമായ വരുമാനം കർഷകന് ഉറപ്പാക്കുക. അതിന് തറവില നിശ്ചയിക്കുക. കാരണം ഈ ഉൽപ്പന്നങ്ങളൊക്കെ കർഷകന്റെ അടുത്ത് നിന്ന് വളരെ തുച്ഛമായ വിലയ്ക്ക് വാങ്ങിയിട്ട് കടകളിൽ വിൽക്കുന്നതൊക്കെ വലിയ വിലയ്ക്കാണ്. അപ്പൊ ഈ മിഡിൽമെൻ ഇടനിലക്കാരാണ് ഈ മാർജിൻ മുഴുവൻ കൊണ്ടുപോകുന്നത്. അതിന്റെ ഒരു നിശ്ചിത ശതമാനം കർഷകനിലേക്ക് എത്തണമെന്നൊരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് വിൻ ആണ്. അവർക്കും നഷ്ടമൊന്നുമില്ല, കർഷകർക്ക് നഷ്ടമില്ല. പിന്നെ ഉള്ളത് സംരംഭകത്തിലേക്ക് തന്നെ കർഷകരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. കർഷകരെ സംരംഭകരാക്കുക, ഓൺടർപ്രണർഷിപ്പിലേക്ക് കൊണ്ടുവരിക. അത് കർഷക കൂട്ടായ്മകളും കർഷക സംഘങ്ങളും അല്ലെങ്കിൽ സൊസൈറ്റികൾ ഉണ്ടാക്കി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് നമ്മൾ ഇവരെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ചെറുകിട വ്യവസായങ്ങൾ കാർഷിക മേഖലയിൽ സ്റ്റാർട്ട് ചെയ്യുക. അത് സർക്കാരിന്റെ ഒരു അസിസ്റ്റൻസോടുകൂടി അതിനുള്ള സബ്സിഡികളും ലോണുകളും ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്ത് അതിനുള്ള വിപണനവും അതിനുള്ള ലോജിസ്റ്റിക്സും ഒക്കെ അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്താൽ ഒരു പക്ഷേ അതുപോലെ തന്നെ ഈ ഫാം ടൂറിസം നമുക്കറിയാം, ജർമ്മനിയിൽ നിന്നൊക്കെ ഒത്തിരി ടൂറിസ്റ്റുകൾ കേരളത്തിൽ വരുന്നുണ്ട്. അവർ വരുന്നതൊക്കെ വന്നു കഴിഞ്ഞാൽ കൊച്ചിയിലും പിന്നെ മൂന്നാറും
പിന്നെ അവിടുന്ന് തേക്കടി വരും, കുമരകത്ത് പോകും, തിരിച്ച് കൊച്ചി വരും, വീട്ടിൽ പോകും. അല്ലാണ്ട് നമ്മുടെ നാട്ടും പ്രദേശം ഒന്നും ഇവർ കാണുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അത് ഇദ്ദേഹത്തിന് അവിടെ ജീവിക്കുന്നത് അറിയാം. അവിടുത്തെ അവർക്ക് നമ്മുടെ കൾച്ചറും നമ്മുടെ ജീവിത രീതികളും കാണാൻ ഇവർക്ക് താല്പര്യമുണ്ട്. അതിനൊരു താമസിക്കാൻ ഇപ്പം ഞാൻ പറയാം, ഒരു കർഷക കുടുംബത്തില് ഒരു സാമാന്യ ഡീസന്റ് ആയിട്ടുള്ള ഒരു വീട്, ഇവിടുത്തെ നാട്ടുമ്പുറത്തെ വീടുകളൊന്നും വലിയ മോശമൊന്നുമില്ല. ഒരു വീട്ടില് വൃത്തിയുള്ളൊരു മുറിയും ഒരു ഡ്രൈ വെറ്റ് സെപ്പറേഷൻ ഉള്ള ഒരു ബാത്റൂമും വീട്ടിലുണ്ടാക്കുന്ന വൃത്തിയുള്ള ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ടൂറിസ്റ്റുകൾ നമ്മൾ ഒരു ഹോം സ്റ്റേ അല്ലെങ്കിൽ ഹോം സ്റ്റേ ഫാമിംഗ് ഒരു ഫെസിലിറ്റി പക്ഷെ വർഷങ്ങളായിട്ട് പറയുന്ന ഒരു ആശയമാണ്. അത് പുതിയ സർക്കാർ ഇത് പോളിസി ആയിട്ട് കൊണ്ടുവന്ന് അതിനുള്ള ഒരു നിയമനിർമ്മാണം നടത്തി ആ ഒരു മേഖലയും കൂടെ നമ്മൾ ഈ കാർഷിക മേഖലയായിട്ട് സമന്വയിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു അധിക വരുമാനം കർഷകർക്കാവും. ആ ഒരു രീതിയിൽ നമുക്ക് ഈ ആളുകളെ, നമ്മുടെ ചെറുപ്പക്കാരൻ നാട്ടിൽ പിടിച്ചു നിർത്താനുള്ള ഒരു തുടക്കം അവിടെ നിന്ന് ചെയ്യാൻ പറ്റും. അത് പറയുമ്പോൾ നമ്മുടെ കേരള ടൂറിസം വകുപ്പുണ്ട് സർക്കാരിന്റെ ഭാഗത്ത്. അപ്പൊ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പുതിയ ഇംപ്ലിമെന്റേഷൻ എന്നുള്ള നിലയിൽ ഇപ്പം ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്, ആ തലത്തില് ഇപ്പം സിർസയാറില് ജോലി ചെയ്തിരുന്ന ഒരാളാണ്, വിദേശത്ത് ജോലി ചെയ്തിരുന്ന ആളാണ്. സ്വിറ്റ്സർലൻഡിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്ദർശകർ വരുന്ന ഒരു രാജ്യമാണ്. അപ്പൊ ഇവിടെയെല്ലാം ജീവിച്ച ആ ഒരു ജീവിത പരിചയവും ഇതിപ്പോൾ പുതുതായിട്ട് ഇപ്പം കർഷകൻ അടിസ്ഥാനപരമായിട്ട് കർഷക കുടുംബത്തിൽ ഒരാളാണെങ്കിൽ കൂടി അപ്പൊ അതിനൊരു വലിയ കാഴ്ചപ്പാടുള്ള ഒരു മേൽനോട്ടം നമ്മുടെ സർക്കാരിന് കൊടുത്ത് ഇപ്പം പുതിയ സർക്കാർ വരുമ്പോൾ അതിന്റെ എല്ലാവിധ ഭാഗമാക്കാനും ഈ ഒരു തലത്തിൽ സാധിക്കും എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ കാഴ്ചപ്പാടിലൂടെ പറഞ്ഞത്. അപ്പൊ അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ നമ്മള് വിദേശത്ത് ചെന്നാൽ വിദേശത്ത് കുടിയേറിയെങ്കിൽ മാത്രമേ നമ്മുടെ പിള്ളേർക്ക് ഭാവിയുള്ളൂ എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ അവരെ കൂടി നമ്മൾ ഈ കുട്ടികളെ മാത്രമല്ല മാതാപിതാക്കളെ കൂടി നമ്മൾ പിടിച്ചു നിർത്തേണ്ട ഒരു അവസ്ഥ ഇപ്പം കേരളത്തിൽ വന്നിട്ടുണ്ട്. നമുക്ക് അതായത് ഇതിനൊരു അവയർനെസ്, ആളുകൾക്ക് ഒരു ബോധവൽക്കരണം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഈ കേരളം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കാർഷിക മേഖലയിൽ തന്നെ ധാരാളം ചെറുപ്പക്കാർ നല്ല രീതിയിൽ ഇപ്പം ഇത് പറയുന്നേ ഒരു മറ്റ് ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കുന്നതൊക്കെ കൂടുതൽ പ്രോഫിറ്റ്, ലാഭം കാർഷിക മേഖല നിന്ന് ഉണ്ടാക്കുന്ന അത് വിവിധങ്ങളായ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയാണ്, ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ചെയ്യുന്ന ധാരാളം ചെറുപ്പക്കാർ കേരളത്തിലുണ്ട്. പക്ഷെ ഇവർക്കൊന്നും എക്സ്പോഷർ ഇല്ല. ഇതൊന്നും മെയിൻ സ്ട്രീമിലേക്കൊന്നും ഇവരെ ആരും കൈപിടിച്ചു കൊണ്ടുവരുന്നത്. അപ്പൊ ഇവരെയൊക്കെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കേരളത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളൊരു അവയർനെസ് തന്നെ ഈ നാട്ടിൽ കൊണ്ടുവന്നാല് ധാരാളം ആളുകൾ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പല മീഡിയക്കാരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. കാരണം ഇവിടെ ഈ നാട്ടിൽ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ കാലഘട്ടം. ഇപ്പൊ ഈ കാർഷിക മേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന യുവാക്കൾ ഒരു ഇൻഫ്ലുവൻസർ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവും. ഇപ്പൊ എല്ലാം അപ്പൊ കേരളത്തിൽ തന്നെ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട് സക്സസ്ഫുൾ ആയിട്ട് കാർഷിക മേഖലയിൽ വിജയകരമായി പ്രവർത്തിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു കുറച്ചുനാൾ വിദേശത്ത് അമേരിക്കയിൽ പോയപ്പോൾ ഞാൻ അവിടെയുള്ള ആളുകളോട് ഞാൻ ഈ കാര്യം ഞാൻ പറയുകയുണ്ടായി. ഇപ്പൊ നാട്ടില് ഇൻവെസ്റ്റ് ചെയ്യണം, നാട്ടിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ധാരാളം വിദേശ മലയാളികളുണ്ട്. പക്ഷെ അവർക്കൊരു അവന്യൂ ഇല്ല. ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് സേഫ് ആയിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അപ്പം ഇങ്ങനെയുള്ള ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള നമ്മൾ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ ഏതെങ്കിലും ഒരു സക്സസ്ഫുള്ളി റണ്ണിങ് ഒരു മോഡൽ ഉണ്ടെങ്കിൽ അതിലേക്ക് കൂടുതൽ നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്ത് അതിന് വിപുലമാക്കും. ഇപ്പം ഒരു ആനുവൽ ടേൺ ഓവർ 2 കോടി രൂപയാണെങ്കിൽ അതൊരു 20 കോടി രൂപയാക്കാനുള്ള എക്സ്റ്റേണൽ ഇൻവെസ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഒരു വർക്കിംഗ് സക്സസ്ഫുൾ മോഡൽ ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ അട്രാക്ട് ചെയ്ത് നമ്മുടെ NRIs തന്നെ നമ്മുടെ നോർക്കയും അതുപോലെയുള്ള ഇവരൊക്കെ ആയിട്ടുണ്ട് ആലോചിച്ചിട്ട് ഈ വർക്കിംഗ് മോഡലിലേക്ക് നമ്മൾ പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ധാരാളം തൊഴിലുകൾ ഉണ്ടാക്കും. നമ്മുടെ ഇവിടുത്തെ എക്കണോമിക് ഒരു ബൂസ്റ്റ് ആവും. ഇവർക്ക് വിശ്വസിച്ച് ഇവര് ഓൾറെഡി ഒരു വർക്കിംഗ് സക്സസ്ഫുൾ മോഡലിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പുതിയ കാര്യം ഇൻവെന്റ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പുതുതായിട്ട് ആലോചിക്കണം. കാരണം ഞാൻ ഒരു വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാണെന്ന് എനിക്കറിയാം. ഒത്തിരി ആളുകൾക്ക് നാട്ടിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ധാരാളം വിദേശ മലയാളികളുണ്ട്. പക്ഷെ അതിനൊരു പ്ലാറ്റ്ഫോം നമുക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് സമരമാണ് അല്ലെങ്കിൽ മറ്റേതാണ് മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒന്നും ശരിയായി കേരളം പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് മാത്രം അത് മനുഷ്യരെ പഴിക്കുന്ന ഒരു കാര്യമായിട്ട് മാറി. പക്ഷെ ആ സമരങ്ങളുടെയും ഹർത്താലുകളുടെയും ഇടയ്ക്ക് വളരെ വിജയകരമായി പ്രവർത്തിക്കുന്ന ബിസിനസ് മോഡലുകൾ നാട്ടിലുണ്ട്. അപ്പം അതാണ് നമ്മൾ കാണേണ്ടത്. നമ്മൾ ഈ കുറ്റ്യാടി തെങ്ങിന്റെ കാര്യം പറയും. കുറ്റ്യാടി തെങ്ങ് എന്ന് പറയുന്നത് ആ ഒരു കാലത്ത് കുറ്റ്യാടി മേഖലയിൽ ഭയങ്കരമായിട്ട് തെങ്ങിന് ഇൻഫെക്ഷൻ വന്നു. ഒത്തിരി തെങ്ങുകൾ നശിച്ചുപോയി. പക്ഷെ ആ ഇൻഫെക്ഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്ത, അത് സർവൈവ് ചെയ്ത
തെങ്ങുകളിൽ നിന്നും തേങ്ങ നമ്മൾ സെലക്റ്റീവ് ബ്രീഡിംഗ് വഴിയാണ് കുറ്റ്യാടി ബ്രീഡ് നാടൻ തെങ്ങിനെ നമ്മൾ ഉത്പാദിപ്പിച്ചത്. ഞാൻ പറയുന്ന കേരളത്തിലെ ഒരു ഈ എക്കണോമിക്കും ഇൻഡസ്ട്രിക്കും ഹോസ്റ്റൈൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് കേരളം എന്ന് പറയുമ്പോഴും ആ ഹോസ്റ്റലിറ്റിക്കകത്ത് നിന്നുകൊണ്ട് വിജയിച്ച ആളുകളെ വേണം നമ്മൾ മോഡലാക്കാൻ. അവരെങ്ങനെയാണ് കേരളത്തിൽ സർവൈവ് ചെയ്തത് അത് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. നമ്മൾ ഈ പരാജയങ്ങൾ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അതിന്റെ ഇടയിൽ ഒത്തിരി വിജയിച്ച കാര്യങ്ങളുണ്ട്. അപ്പം അവരെ മോഡൽ ചെയ്ത് നമുക്ക് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്താൽ ഒരു പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് രക്ഷപ്പെടുത്തി നിർത്താൻ പറ്റും. ഇത് പറയുമ്പോൾ നമ്മുടെ തൊടുപുഴ കാർഷിക മേള ഒരിക്കലും മറക്കാനാവില്ലല്ലോ. കാരണം വർഷങ്ങളായിട്ട് നമ്മുടെ APJ അബ്ദുൽ കലാം വരെ പ്രസിഡന്റ് അവിടെ വന്ന് ഉദ്ഘാടനം ചെയ്തും ആ ഒരു പരിപാടിയൊക്കെ വളരെ വളരെ ഗൗരവത്തോടു കൂടി അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വീക്ഷിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. വിദേശികൾ തന്നെ ഈ പരിപാടിയിൽ 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയല്ലേ അത്. അപ്പം അതോടൊപ്പം അങ്ങനെ ഒരു അവയർനെസ് ജോസഫ് സാറിന്റെ ഗാന്ധിജി സ്റ്റഡി സെന്ററിന്റെ ആ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാക്കിയെടുത്തപ്പോൾ അതിന് ഉപോത്ബലകമായിട്ട് പുതിയൊരു സംരംഭം പുതിയ ഗവൺമെന്റിന്റെ ആ ഒരു കാഴ്ചപ്പാടിലൂടെ കൊണ്ടുവരണം എന്നാണ് എനിക്കൊരു ഇതായിട്ട്. തീർച്ചയായിട്ടും നമ്മുടെ യുവജനങ്ങളെ നാട്ടിൽ പിടിച്ചു നിർത്തണമെങ്കിൽ കേരളത്തിൽ തൊഴിലവസരങ്ങൾ ഉണ്ടായേ സാധിക്കുള്ളൂ. അത് കേരളത്തിന് ഫീസിബിൾ ആയിട്ടുള്ള ചില മേഖലകളുണ്ട്. ഒന്ന് ഏറ്റവും നല്ലത് ടൂറിസമാണ്. അതൊരു നോൺ പൊല്യൂട്ടിങ് നോൺ ഇൻവേസീവ് ഒരു മേഖലയാണ്. നമ്മുടെ പരിസ്ഥിതിക്ക് കോട്ടം തരട്ടാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലതാണ് കേരളത്തിന്റെ ടൂറിസം മേഖല. അതുപോലെ തന്നെ കേരളത്തിന്റെ ചികിത്സാ മേഖല ഒരു എന്താ പറയുന്ന ഒരു മെഡിക്കൽ അല്ലെങ്കിൽ ടൂറിസം അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് ഹബ്ബാക്കി മാറ്റി. നമുക്കറിയാലോ ഇപ്പൊ യൂറോപ്പില് നിങ്ങളൊക്കെ പല്ല് പറിക്കാൻ പോകുന്നത് ബുഡാപെസ്റ്റിലാണ് അല്ലെങ്കിൽ അവിടെ ജർമ്മനിയിലും സ്വിറ്റ്സർലൻഡിലും കോസ്റ്റ് കൂടുതലാണ്. ടർക്കിയിലും അങ്ങോട്ടൊക്കെയാ പോകുന്നത്. ഡോക്ടറെ കാണാൻ കൂടുതൽ പൈസ കൊടുക്കണം. അപ്പൊ ആ രീതിയിൽ കാരണം കേരളത്തിൽ ആ രീതിയിൽ നമുക്ക് ഒരു മെഡിക്കൽ ടൂറിസം ഹബ്ബാക്കി കേരളത്തെ മാറ്റാൻ സാധിക്കും. ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റാം. നമുക്ക് ഇപ്പം ഇവിടെ ഉള്ള പിള്ളേരെല്ലാം പുറത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകുന്നു. വൈ നോട്ട് ബ്രിങ് ദോസ് യൂണിവേഴ്സിറ്റീസ് ടു കേരള? ഈ പുറത്തുള്ള യൂണിവേഴ്സിറ്റികൾക്ക് അവരുടെ ഔട്ട് സ്റ്റേഷൻ ക്യാമ്പസുകൾ അല്ലെങ്കിൽ അവരുടെ പുറത്തുള്ള ക്യാമ്പസുകൾ തുടങ്ങാൻ വേണ്ടി കേരളത്തിൽ അനുമതി കൊടുത്താൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരു ഓഫ് ക്യാമ്പസ് ഒരു സംഭവം നമുക്ക് കേരളത്തിൽ തുടങ്ങാൻ സാധിച്ചാൽ ഇവിടെ തന്നെ പിള്ളേർക്ക് നിന്ന് പഠിക്കാം. ഒത്തിരി ആളുകൾ ഇങ്ങോട്ട് പഠിക്കാൻ വരും. അതുപോലെ തന്നെ തൊടുപുഴയുടെ കുറിച്ച് എടുത്തു പറയുമ്പോൾ ഇന്ന് കേരളത്തിലെ ഒരു 70% സിനിമകളും ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് വരുന്നത് തൊടുപുഴയാണ്. പക്ഷെ ഇവര് ഔട്ട്ഡോർ ഷൂട്ടിംഗ് കഴിഞ്ഞ് പാക്കപ്പ് ചെയ്ത് ഇവര് പിന്നെ മദ്രാസിലും ഹൈദരാബാദിലൊക്കെ പോയാണ് ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യങ്ങളും ഡബിങ്ങും എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. എന്തുകൊണ്ട് നമ്മൾ തൊടുപുഴയിൽ ഒരു റാമോജി ഫിലിം സിറ്റി മോഡലിന്റെ ഒരു സ്റ്റുഡിയോ സംവിധാനം അത്രയും എലാബറേറ്റ് അല്ലെങ്കിലും ഒരു സിനിമയുടെ ക്ലാപ്പ് ഓൺ കർമ്മം തൊട്ട് റിലീസ് വരെയുള്ള കാര്യങ്ങളുടെ മൊത്തം പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ചെയ്യാവുന്ന ഒരു സംവിധാനം തൊടുപുഴയിൽ ഉണ്ടെങ്കിൽ അതൊരു പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും മതി. പക്ഷെ അതിനോട് അനുബന്ധിച്ച് ഈ പറയുന്ന ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയും ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രിയും മറ്റ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ടിംഗ് ഇൻഡസ്ട്രീസ് ഒക്കെ ഇവിടെ ഡെവലപ്പ് ചെയ്യും. അപ്പൊ ചുരുങ്ങിയത് ഒരു 10,000 പേരെങ്കിലും ജോലി കൊടുക്കാവുന്ന ഒരു സംവിധാനം ആ ഒരൊറ്റ പ്രോജക്റ്റിലൂടെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത് നമ്മുടെ നായനാര് മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നപ്പോൾ ജോസഫ് സാറ് മന്ത്രിയായിരുന്നു. രണ്ടുപേരും കൂടി ഇവിടെ വന്നു. ജർമ്മനി വന്ന് വേസ്റ്റ് മാനേജ്മെന്റ് എല്ലാം കണ്ടു കേട്ട് എല്ലായിടത്തും പോയി എല്ലാം സെറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് നാട്ടിൽ വന്ന് നായനാറിന് അത് ഭയങ്കരമായിട്ട് ഒരു വലിയ പ്രതീക്ഷയോടുകൂടി അവിടെ വന്നു കഴിഞ്ഞിട്ട് ഇതെല്ലാം താറുമാറായ ഒരു കഥ എനിക്കറിയാവുന്നതാണ്. ഞാൻ ഇടപെട്ടതാണ്. വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ത്യയിൽ അതാണ് അടുത്ത നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കേരളം അഭിമുഖീകരിക്കുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് അത് കേരളത്തിന്റെ ഒരു ജനറൽ പോളിസി ആയിട്ട് വരണം. ഇപ്പൊ ഞാൻ നമ്മുടെ വിശാഖപട്ടണത്ത് ജിൻഡാൽ ഗ്രൂപ്പ് ഒരു എനർജി ഫ്രം വേസ്റ്റ് ടു എനർജി ഒരു പ്രോജക്റ്റ് ആണ്. അതിപ്പോ ജർമ്മനിയിലൊക്കെ ഉള്ളവർ തന്നെ അവർ 350 കോടി രൂപ മുതൽ മുടക്കി 15 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള ഒരു പവർ സ്റ്റേഷൻ ജനറേഷൻ വേസ്റ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ലെവലിൽ കേരളത്തിൽ അത് നമ്മൾ കേരളം മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിന്റെ വിവിധ മേഖലകൾ നമ്മൾ ഇത് ആലോചിക്കേണ്ടി വരും. ഈ വേസ്റ്റ് സോളിഡ് വേസ്റ്റിനെ നമ്മൾ എനർജി ആക്കി മാറ്റുന്ന രീതിയിലുള്ള പ്രോജക്ട്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വേസ്റ്റിൽ നിന്ന് നമ്മൾ കൂടുതൽ റവന്യൂ ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പം അവിടെ ചെയ്യുന്ന പോലത്തെ വേസ്റ്റ് സെഗ്രിഗേഷൻ അത് നമ്മൾ സ്കൂൾ തലങ്ങളിൽ കുട്ടികളെ ബോധവൽക്കരിച്ച് എന്താണ് വേസ്റ്റ് സെഗ്രിഗേഷൻ. ഇപ്പൊ എല്ലാ കുട്ടികളും ഇപ്പൊ കേരളത്തിൽ 100% പിള്ളേരും സ്കൂളിൽ പോകുന്നുണ്ട്. യങ് പോപ്പുലേഷനെ പഠിപ്പിക്കണം
എന്താണ് മെറ്റൽ വേസ്റ്റ്, എന്താണ് ഗ്ലാസ് വേസ്റ്റ്, എന്താണ് ഗ്രീൻ വേസ്റ്റ്, എന്താണ് പ്ലാസ്റ്റിക് വേസ്റ്റ്, എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കിയാൽ തന്നെ നമ്മുടെ ഈ വലിച്ചെറിയുന്ന സ്വഭാവം ഒരു പരിധി വരെ, ഈ വലിച്ചെറിയുന്ന സ്ഥാനത്ത് നിന്നൊക്കെ ആളുകൾക്ക് തിരിച്ച് പൈസ കിട്ടുവാണെങ്കിൽ ആൾക്കാർ വലിച്ചെറിയാൻ. അതിനകത്തൊരു വേസ്റ്റ് മാനേജ്മെന്റ് ഒരു വലിയ വലിയ കാര്യം തന്നെ നമ്മുടെ നാട്ടിൽ ചെയ്തെടുക്കാവുന്ന ഒരു ഇതുണ്ട്. രണ്ടാമത് ഈ പറഞ്ഞ പോലെ ഒരു അവബോധം കൊണ്ടുവരണം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനൊരു താല്പര്യം ആളുകൾ ഉണ്ടാക്കിയെടുക്കും. പ്രത്യേകിച്ച് ഇപ്പൊ ഇവിടെ ഞങ്ങള് വെള്ളം മേടിക്കുന്ന അല്ലെ ജ്യൂസ് മേടിക്കുന്ന എല്ലാം കുപ്പികളിലല്ലേ, പ്ലാസ്റ്റിക് കുപ്പികളിലല്ലേ. അത് നമ്മൾ തിരിച്ചു കൊണ്ടു കൊടുക്കുമ്പോൾ അതിന്റെ പൈസ കിട്ടും. ഇതിപ്പം കഴിഞ്ഞ ഗവൺമെന്റ് തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാനിങ്ങനെ വാർത്തകൾ കണ്ടു. ജർമ്മനിയിലുള്ള നമ്മുടെ ഒരു സുഹൃത്തും ഒക്കെയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അപ്പം അതുപോലെ അതിനൊരു വലിയ സ്വീകാര്യത നമ്മുടെ നാട്ടിൽ എടുക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇപ്പം ജോസഫ് സാറ് പിന്നെ നമുക്ക് ആളുകൾ ഇപ്പം നമ്മൾ താമസിക്കുന്ന പ്രദേശത്ത് നമുക്കൊരു ഓണർഷിപ്പ് വേണം. ഇത് എന്റെ രാജ്യമാണ്, നമ്മുടെ ഇത് എന്റെ അഭിമാനമാണ്, അല്ലെങ്കിൽ ഇത് നമുക്ക് ഇത് ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്, ഇത് എന്റെ പ്രദേശമാണെന്നുള്ള ആ ഒരു വികാരം ജനങ്ങളിൽ വരണം. അപ്പൊ നാച്ചുറലി ഇപ്പൊ ജർമ്മനിയിലൊക്കെ ആവുന്നുണ്ട്. നിങ്ങളുടെ അവിടെ താമസിക്കുന്ന ഒരു വില്ലേജ് ആണെങ്കിലും ആ വില്ലേജിലെ ആളുകൾക്ക് അവരുടെ ഹോമായിട്ടാണ് അവർ ഈ വില്ലേജിനെ അവർ കാണുന്നത്. അപ്പൊ അവിടെ അത് പൊല്യൂട്ട് ചെയ്യാനോ അവിടുത്തെ ഒരു സന്തുലിതാവസ്ഥ ഡിസ്റ്റർബ് ചെയ്യാനോ അവിടുത്തെ സമ്മതിക്കുകയില്ല. നമ്മൾ താമസിക്കുന്ന ഭൂപ്രദേശം ഇത് എന്റെ വീടാണ്, അല്ലെങ്കിൽ എന്റെ ഹോം ലാൻഡാണിത്, ഇത് സംരക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്നുള്ള അവബോധവും കൂടെ ആളുകൾ ഉണ്ടാക്കണം. ആ ഒരു സെൻസ് ഓഫ് എന്താ പറയുന്നത്, നമ്മുടെ ഓണർഷിപ്പ്, ഇത് എന്റെ സ്ഥലമാണ് എന്നുള്ള വികാരം കൂടെ ഉണ്ടാക്കണം. ഇതെല്ലാം നമ്മൾ ഇത് പറയുന്ന ഒരു സമഗ്രമായിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ട ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ചെയ്യേണ്ട ഒരു മേഖലയാണ്. നമ്മൾ ആളുകളിൽ അവയർനെസ് എന്ന് പറയുന്ന സാധനം ആദ്യം ആളുകൾക്ക് വേണ്ടത്. കാരണം നാട്ടിൽ പല കാര്യങ്ങളും നടക്കാത്തതിന്റെ കാരണം ആളുകൾക്ക് എക്സ്പോഷർ ഇല്ലാത്തതുകൊണ്ട് അവർ പുറം ലോകം കണ്ടിട്ടില്ല. ലോകത്ത് പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളും പല രീതിയിൽ നടക്കുന്നതിനെ കുറിച്ചുള്ള അവയർനെസ് ആളുകൾക്കില്ല. സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ ഉപയോഗം നാട്ടിലുണ്ട്, ഉപയോക്താക്കളും ഉണ്ട്. പക്ഷേ വേണ്ടുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നല്ലതായിട്ട് നമ്മൾ ഈ നാട്ടിലുള്ള ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ നമ്മൾ യൂസ് ചെയ്യണം. നമ്മൾ ഒരു സോഷ്യൽ കോസ്, ഒരു ജനറൽ ഒരു നല്ല കോസിലേക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ അവരൊക്കെ പറഞ്ഞ ആളുകൾ കേൾക്കും, അവർ ലിസൺ ചെയ്യും. അവർ പറയും നമ്മൾ നല്ല കാര്യങ്ങളും പഠിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്, നമ്മൾ വെറുതെ കയറി എന്ന് പറയുന്നതല്ല. അതെ. അപ്പൊ അതിന്റെ ഏറ്റവും ഏകദേശം മനസ്സിലാക്കി അത് ആളുകൾക്ക് എങ്ങനെ ഉപയോഗപ്രദമാകും, അല്ലെ എങ്ങനെ നമുക്ക് അതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം എന്നുള്ള ഒരു പലതും ചിലതൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ഇപ്പം ഗവൺമെന്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പത്രത്തിൽ പരസ്യം കൊടുക്കുന്നതിനേക്കാളും വളരെയേറെ അതിന്റെ ഒരു 10-1 കോസ്റ്റ് കൊണ്ട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിന് ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചാൽ അതിന് കൂടുതൽ പെനട്രേഷൻ ഉണ്ട് ആളുകളുടെ ഇടയിലേക്ക്, പ്രത്യേകിച്ച് ഇന്നത്തെ യൂത്തിനിടയ്ക്ക്. കാരണം ഈ യൂത്താണ് ഇനി ഒരു 10 വർഷം കഴിയുമ്പോൾ ഈ നാടിനെ മുന്നോട്ട് നയിക്കേണ്ടവര്. അവരെ പറയാനായിട്ട് യൂത്ത് ഇല്ലല്ലോ ഇപ്പം. ഉള്ള യൂത്തിനെ നമ്മൾ ഇവിടെ പിടിച്ചു നിർത്തുന്നവരെ നമ്മൾക്ക് ഈ ഒരു ബോധവൽക്കരണം അവരുടെ ഇടയിൽ കൊണ്ടുവരണം. അതിന്റെ കൂട്ടത്തില് ഇപ്പൊ ഞാൻ പറയാം, UDF 103 പേജുള്ള പ്രകടന പത്രം ഞാൻ കണ്ടു. ഞാനത് ഓടിച്ച് വായിച്ചു നോക്കി. കൂടുതലായിട്ട് പ്രവാസികളെ പറ്റിയൊക്കെ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മുടെ ആദ്യത്തെ ഒരു 100 ദിവസം അധികാരത്തിൽ വരും എന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് ഞാൻ ഇത് പറയുന്നത്. ആദ്യത്തെ ഒരു 100 ദിവസം ഇന്ന കാര്യങ്ങൾ സമയോധിഷ്ഠിതമായിട്ട് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് 6 മാസത്തിനുള്ളിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരു തുടക്കം ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ കേരളത്തിന്റെ ഭാവിക്ക് അതൊരു വലിയ നേട്ടം. ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം സാമ്പത്തികമായിട്ടും മറ്റു പല കാര്യങ്ങളും പിന്നോട്ടുണ്ട്, മുന്നോട്ടുമുണ്ട്. ഇത് രണ്ടുമുണ്ട്, നമ്മളൊന്നും നിഷേധിക്കുന്നില്ല. എങ്കിൽ പോലും 10 വർഷം പ്രതിപക്ഷത്തിരുന്ന ഒരു മുന്നണി UDF അധികാരത്തിലേക്ക് വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന അക്ഷരം പ്രതി ചെയ്തെടുക്കണം എന്ന് തന്നെയാണ്, ചെയ്തെടുക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതുപോലെ തന്നെ ആ ഒരു തരത്തിൽ ഒരു MLA ആയിട്ടോ ഇനി ചിലപ്പോൾ മന്ത്രിയായിട്ടോ രാഷ്ട്രീയത്തിൽ പലതും സംഭവിക്കാവുന്ന ഒരു സാഹചര്യങ്ങളുണ്ട് കേരളത്തിൽ. ഇപ്പം ജോസഫ് സാറിന്റെ മകൻ എന്നുള്ള നിലയിൽ കേരളത്തിന് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ജോസഫ്
സാറ് ചെയ്തതിന്റെ 10 ഇരട്ടിയായിട്ട് വരണം എന്നുള്ള ഒരു ചിന്താഗതിയുണ്ട്. നമ്മൾ തമ്മിൽ ഏറ്റവും ഒടുവിൽ കണ്ട എനിക്ക് തോന്നുന്നു ചങ്ങനാശ്ശേരി വെച്ച് നമ്മുടെ തറയിൽ പിതാവിന്റെ സ്ഥാനാരോഹണത്തിനായിട്ട് കാണാൻ പറ്റിയില്ല. എങ്കിലും ഈ ഒരു അവസരത്തില് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് വിജയശ്രീ ലാളിതനായിട്ട് തന്നെ തൊടുപുഴയുടെ പുതിയ മുഖമായിട്ട്, പുതിയ MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ഇനിയും മന്ത്രിസഭയിൽ ഒരു അംഗം കൂടി ആകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. കൂടുതലായിട്ടൊന്നും ഇപ്പം പറയുന്നില്ല, ഇനി നമുക്ക് സമയം ഉണ്ടാകും. എല്ലാവിധ ആശംസകളും നേരുന്നു. കുടുംബത്തിനും സാറിന് പ്രത്യേകം അന്വേഷണം കൊടുക്കുക. അല്ലാതെ ഒന്നും തന്നെ ഇപ്പം പറയുന്നില്ല. സാറ് 70 മുതൽ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, 80-ല് ആഭ്യന്തരമന്ത്രിയായിട്ട് ഇരുന്ന് വന്നിട്ടുണ്ട്. എന്റെ അച്ചായൻ എത്രയോ തവണ അവിടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇനിയിപ്പം നമുക്ക് വീണ്ടും കാണാം എന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയോടുകൂടി നമ്മുടെ ഈ അഭിമുഖം ഇവിടെ സമാപിക്കുകയാണ്. എല്ലാവിധ ആശംസകളും, എല്ലാവിധ ഈശ്വര അനുഗ്രഹങ്ങളും. ജർമ്മൻ ഭാഷ പറഞ്ഞ ഇനിയും കാണാം.